ഈ ലോകത്ത് എല്ലാവർക്കും അഭിപ്രായം പറയാൻ എളുപ്പമുള്ളതും എന്നാൽ അത് ഭംഗിയായി നിർവഹിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നാണ് കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് സമൂഹത്തിന് കൊള്ളാവുന്നവരായി വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിനാൽ മാതാപിതാക്കളായി എന്നതിൽ മതിമറന്ന് അതോടെ കടമകൾ തീർന്നു എന്ന് കരുതി ജീവിക്കാതെ നിങ്ങളുടെ കുട്ടികളെ നല്ല ശീലങ്ങൾ പറഞ്ഞുകൊടുത്ത് നല്ല മനസ്സിന് ഉടമയാക്കി മാറ്റുന്നതിൽ ശ്രദ്ധിക്കുക. മാതാപിതാക്കളായ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യം, നന്നായി കുഴച്ചു വച്ചിരിക്കുന്ന ഒരു സിമന്റ് കൂട്ട് പോലെയാണ് കുട്ടികൾ. അതിലേക്ക് എന്ത് ചെന്ന് പതിച്ചാലും അതിൻ്റെ ഒരു പകർപ്പ് അല്ലെങ്കിൽ അടയാളം അതിൽ പതിയുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾ ഏതെല്ലാം ഗുണങ്ങളോടുകൂടി വളർന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതേപോലെ തന്നെ അവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. കാരണം അനുകരിക്കുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് കുട്ടികൾക്കാണ് എന്നതിനാൽ നിങ്ങളിലുള്ള ഗുണങ്ങളെല്ലാം അവർ സ്വയം പകർത്തിക്കോളും. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കരുതലും കാണിക്കുവാനുള്ള ഒരു മനസ്സവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. കാരണം മിക്ക വീടുകളിലും നാം സ്നേഹിച്ചു വളർത്തുന്ന മൃഗങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ കുട്ടികൾ അവയുമായി കളിക്കാറുണ്ടായിരിക്കും. എന്നാൽ ആ കളികൾക്കിടയിൽ അവരുടെ അറിവില്ലായ്മ മൂലം അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും ആ മൃഗങ്ങൾക്ക് വേദനയുളവാക്കാറുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളാണെന്ന തിരിച്ചറിവുള്ളതിനാൽ അവയൊരിക്കലും തിരിച്ചുപദ്രവിക്കാറില്ല. എന്നാൽ അറിവും പക്വതയുമുള്ള നിങ്ങളത് കാണുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നത് ചെയ്തോട്ടെ എന്ന് കരുതാതെ അവരെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞ് അത് തെറ്റാണെന്നും അത് ആ മൃഗങ്ങൾക്ക് വേദനിക്കുമെന്നും പകരം അതിനെ തലോടുകയും സ്നേഹിക്കുകയുമാണ് വേണ്ടതെന്ന് പറയുകയും അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി വളരുന്ന കുട്ടികൾ മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും ദയയും കരുതലുമുള്ളവരായി പ്രകൃതിയോട് ഇണക്കമുള്ളവരായി വളർന്നു വരുന്നതാണ്. ഇനി അടുത്തതായി, മാതാപിതാക്കൾ വളരെ നിസ്സാരമായി കരുതുന്നതും എന്നാൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുമായ ഒന്നാണ് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും അവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള പല വീടുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് ഇളയ കുട്ടികളോട് മാത്രം അമിത വാത്സല്യവും സ്നേഹവും കാണിക്കുന്നു എന്നുള്ളത്. അതൊരു ശരിയായ പ്രവണതയല്ല. കാരണം ഇളയ കുട്ടികൾ ജനിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ 2-3 വയസ്സിന് മൂത്തവർ കുട്ടികളല്ലാതെ ആവുകയോ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്തുവാനുള്ള പക്വത എത്തുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അവരും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും കൊഞ്ചിക്കലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് കിട്ടാതെ വരുമ്പോൾ പല കുട്ടികളും പല രീതികളിലായിരിക്കും പ്രതികരിക്കുക. ചിലർക്ക് വലിയ കുഴപ്പമുണ്ടാകില്ല. എന്നാൽ ചില കുട്ടികൾ ദേഷ്യക്കാരും പിടിവാശിക്കാരും അനുസരണയില്ലാത്തവരും ആയി മാറും. മറ്റു ചില കുട്ടികൾ അവർക്ക് കൂടുതൽ സ്നേഹവും കരുതലും കൊടുക്കുന്ന ആളുകളിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് മോശം കൂട്ടുകെട്ടുകളിലേക്ക് എത്തിപ്പെടാനും ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ പ്രായവും പക്വതയുമുള്ള നിങ്ങൾ വേണം ഇതെല്ലാം മനസ്സിലാക്കി എല്ലാ കുട്ടികളെയും ഒരുപോലെ ചേർത്ത് നിർത്തി സ്നേഹിക്കുവാൻ മുൻകൈ എടുക്കേണ്ടത്. അതുവഴി സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒത്തൊരുമയും എക്കാലത്തേക്കും നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും 2 തട്ടിൽ നിർത്തി വളർത്താതെ ഒരേപോലെ വളർത്തിയെടുക്കുക. അതായത് വിദ്യാഭ്യാസം നൽകുന്നതിലായാലും മറ്റെന്തെങ്കിലും സമ്മാനങ്ങൾ നൽകേണ്ടി വന്നാലും എല്ലാം തുല്യമായി വീതിക്കുക. പെൺകുട്ടികൾ അടിച്ചമർത്തപ്പെടേണ്ടവർ അല്ലെന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുവാനുള്ള ധൈര്യവും ഒന്നിലും പിന്നോട്ട് നിൽക്കാതെ അത് നേടിയെടുക്കുവാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും ഉള്ളവരാണ് തങ്ങൾ എന്ന ബോധവും നൽകി അവരെ വളർത്തുക. അതേപോലെ തന്നെ സ്ത്രീകളടക്കം എല്ലാവരെയും ബഹുമാനിക്കുക, വീട്ടുജോലികളൊക്കെ ചെയ്ത് സഹായിക്കുക, എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും ദയയും ഉണ്ടാവുക, അനാവശ്യമായ വാശിയും ദേഷ്യവും ഇല്ലാത്തവരാവുക തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഉള്ളവരായി ആൺകുട്ടികളെയും വളർത്തിയെടുക്കുക. മറ്റുള്ളവരുടെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുവാൻ മനസ്സുള്ളവരാക്കി മാറ്റുവാൻ ശ്രമിക്കുക. മാതാപിതാക്കൾ കരുതി വയ്ക്കുന്ന സമ്പാദ്യങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്നവർ ആയിത്തീരാതെ സ്വന്തം അധ്വാനത്തിൽ നിന്നും ഭാവി ജീവിതം കെട്ടി ഉയർത്തുവാൻ കഴിവുള്ളവർ ആക്കി തീർക്കുക. അതിന് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്വന്തം കുട്ടികളെ ഒരിക്കലും മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് പറയുവാൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പണത്തിൻ്റെയും ബന്ധങ്ങളുടെയും പ്രാധാന്യം പറഞ്ഞുകൊടുത്തും അതിൻ്റെ വില അറിയിച്ചും വേണം അവരെ വളർത്തുവാൻ. നിങ്ങളുടെ സമയം അവർക്ക് നൽകുക എന്നതാണ് വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി കൊടുക്കുന്നതിലും നല്ലത്.
അതായത് എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് യാത്രകൾ പോവുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങളുടെ കുട്ടികളുമായി ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും വന്നു പറയുവാൻ കഴിയുന്ന ഒരു സുഹൃത്തായി മാറുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മാതാപിതാക്കളിൽ ഒരാളോടെങ്കിലും അങ്ങനെയൊരു ബന്ധം ഉണ്ടാക്കി എടുത്തിരിക്കണം. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ തുണയായി ഉണ്ടാകുമെന്നത് അവർക്ക് ഉറപ്പുണ്ടായിരിക്കണം. എന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടാൽ ഇതൊരു പതിവ് ശീലമാക്കിയാൽ ഈ സഹായം ലഭിക്കുകയില്ല എന്നതുകൂടി അവരെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഒരു ചെടിയുടെ വിത്ത് മണ്ണിൽ കുഴിച്ചിട്ട് അത് വളർന്നു വരുമ്പോൾ അതിനാവശ്യമായ വെള്ളവും വളവും നൽകുകയും അതിനെ നശിപ്പിക്കുന്ന കീടങ്ങളെ അകറ്റുവാൻ വേണ്ട മരുന്നുകളൊക്കെ പ്രയോഗിക്കുകയും ചെയ്ത് ഒരു നല്ല ചെടിയായി വളർത്തിയെടുക്കുന്നത് പോലെയാണ് നിങ്ങളുടെ കുട്ടികളെയും അവർക്ക് ആവശ്യമുള്ളതൊക്കെയും ചെയ്തു കൊടുക്കുകയും തെറ്റുകൾ പറ്റുമ്പോൾ ആവശ്യമായ ഉപദേശങ്ങൾ നൽകി അതൊക്കെ തിരുത്തുകയും ചെയ്ത് വളർത്തി എടുക്കേണ്ടതും. നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ നിൽക്കാതെ അവരുടേതായ വഴികൾ കണ്ടുപിടിക്കുവാൻ വേണ്ടുന്ന സഹായവും അഭിപ്രായങ്ങളും നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ അവർക്ക് വേണ്ടത് സ്വയം ചിന്തിച്ച് കണ്ടുപിടിക്കുവാനും തിരഞ്ഞെടുക്കുവാനും അവരെ അനുവദിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ കഴിയുന്ന വ്യക്തികളായി അവരെ നിങ്ങൾക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കുന്നത്. ഇനി പറയുവാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ഒട്ടുമിക്ക ആളുകളും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതുമായ 2 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേത്, നിങ്ങളായി ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകുന്നുവെങ്കിൽ അതിനെ തുല്യമായി വീതിച്ച് എത്ര മക്കളുണ്ടോ അവർക്കെല്ലാം നൽകേണ്ടതാണ്. ഇനി ഒഴിച്ചുകൂടാനാവാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം ആർക്കെങ്കിലും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുവെങ്കിൽ അതെല്ലാ മക്കളോടും പറഞ്ഞതിന് ശേഷം ന്യായമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സമ്പാദ്യം ആർക്കൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുവാനുള്ള അവകാശം നിങ്ങൾ ഉണ്ടെങ്കിലും മുകളിൽ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ മക്കൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇനി മുകളിൽ പറഞ്ഞ രീതിയിൽ മക്കൾക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ വീതം വെച്ച് കൊടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം തന്നെ അവർക്ക് നൽകുക. മാതാപിതാക്കളുടെ കാലശേഷം മക്കളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുവാൻ ഈ രീതി സഹായിക്കുന്നു. അടുത്തതായി നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, മാതാപിതാക്കളായ നിങ്ങളുടെ 2 പേരുടെയും ജീവിത അവസാനം വരെ നിങ്ങൾക്ക് മക്കളെ ആശ്രയിക്കാതെ ജീവിക്കുവാനായി ആവശ്യമുള്ളൊരു വിഹിതം നിങ്ങളുടെ പേരിൽ നീക്കി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന സമ്പത്ത് വേണം മക്കൾക്ക് വീതം വെച്ച് നൽകേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലോകത്തിലെ ജീവിതം വളരെ എളുപ്പമുള്ളതല്ലെന്നും പകരം ദുഃഖങ്ങളും സുഖങ്ങളും ഇല്ലായ്മകളും നഷ്ടപ്പെടലുകളും അങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ നിറഞ്ഞതാണെന്നും അവിടെയൊന്നും തളർന്നും തോറ്റും പോകാതെ പൊരുതി വിജയം നേടുന്നവരാണ് മിടുക്കരെന്നും പറഞ്ഞുകൊടുത്ത് അവരെ വളർത്തണം. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിക്കുവാൻ പാടില്ല എന്നും, കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടതെന്നും അതിൽ നിന്നുമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ മാത്രമാണ് അനുഭവിക്കേണ്ടി വരിക എന്നതും അവരെ ഓർമ്മിപ്പിക്കുക. ഈ ലോകത്ത് മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്നവരും ലഭിച്ച മക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇതിലും നല്ലത് മക്കളില്ലാത്തതായിരുന്നു എന്ന് കരുതി വിഷമിച്ച് ജീവിക്കുന്നവരുമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മക്കളെ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യവും സ്നേഹവും നൽകി തെറ്റുകൾ ചെയ്താലും അത് തിരുത്താതെ അവരുടെ എല്ലാ വാശികൾക്കും സമ്മതം നൽകി അവരുടെ ഭാവി നശിപ്പിച്ചു കളയുന്നവരായി മാറാതെ മുതിർന്നവരായ നിങ്ങൾ പക്വതയോടെ അവർ കുട്ടികളാണെന്നും ഇപ്പോഴൽപ്പം സങ്കടപ്പെട്ടാലും സാരമില്ല, അവരുടെ ഭാവി ജീവിതം നന്നാകണം എന്ന തിരിച്ചറിവോടെ നല്ലത് ആര് പറഞ്ഞാലും അനുസരിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് സഹജീവികളോട് സ്നേഹവും കരുണയുമുള്ള എല്ലാവിധ ഗുണങ്ങളുമുള്ള ഒരു നല്ല മനസ്സിന് ഉടമയായ വ്യക്തികളാക്കി അവരെ വളർത്തിയെടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ വളർന്നു വരുന്ന പുതിയ തലമുറ വീട്ടിലും നാട്ടിലും സമൂഹത്തിലും അതുവഴി ഈ ലോകത്തിലും നന്മയും പ്രകാശവും നിറയ്ക്കുന്നതാണ്. അതിനാൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നത് ഒരു കടമയായി കണ്ട് എല്ലാ മാതാപിതാക്കളും അതിനായി ശ്രമിക്കുക.